ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. അതെ, ഹീറോയി ഒരു ഐഡലാണ്. ഇന്ത്യ ഗേൾ, ട്രഡീഷണൽ ഗേളാണ്, ഐഡലാണ്. പിന്നെ സിംഗർ, ഡാൻസർ, ആക്ടർ, ഫേമസ്. അങ്ങനെ ഒരു സിംഗർ ഐഡൽ. പിന്നെ അങ്ങനെ സോങ്സ് ഭയങ്കര ആക്ടിങ് ചെയ്യും, ഭയങ്കര ഫേമസ് ആണ്. കൊറിയയിലാണ് ഹീറോയി സെറ്റിൽ ആയത്. അതിനായിട്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഒരു പ്രശ്നം, ഫോൺ വന്നു. എന്തു പറ്റി? ഓ അങ്ങനെയാണോ? എന്നിട്ട് പ്രിയ എന്താ അച്ഛാ, നമ്മളെ പാക്കേജ് ഇന്ത്യക്ക് പോവാം. അച്ഛാ എനിക്ക് വേണ്ട അച്ഛാ, വില്ലേജ് പറഞ്ഞ എടി പറഞ്ഞേക്ക് മോളെ വാ. അങ്ങനെ ഹീറോയിന് എടുത്തുകൊണ്ട് ഇന്ത്യക്ക് ഫ്ലൈറ്റിൽ പോകാൻ പുറപ്പെടും. അച്ഛാ എനിക്ക് ഷൂട്ടിങ് വില്ല അച്ഛാ, അതല്ല പിന്നെ പാടി ഇന്ത്യക്ക് പോവാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേര് എല്ലാവരും 3 പേര് ഫാമിലിയായി, ഹീറോയിൻ്റെ അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫാമിലിയായിട്ട് ഇന്ത്യക്ക് വന്നു. അങ്ങനെ ഇന്ത്യയിൽ നോക്കി അങ്ങനെയായിട്ട് സാഡായിരുന്നു ഹീറോയിൻ്റെ അച്ഛനക്ക്. ശരി ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ ഫ്രണ്ട് ആയിരുന്നു ഹീറോയിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. കയ്യാത്തായിരുന്നു. അസുഖത്തിലും ഇനി കുറച്ച് ദിവസം ഇരിക്കും പറഞ്ഞതിന്, 10 ദിവസം ഇരിക്കും പറഞ്ഞതിന്. ഹീറോയിൻ്റെ 10 ദിവസം ഉണ്ടാവും പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അങ്കിൾ ഓൾറെഡി കോൾ ചെയ്ത് പറഞ്ഞിരുന്നു. ഇനി കുറച്ച് അവർ വന്ന് എത്തുമ്പോൾ അങ്ങനെയൊക്കെ ഓൾറെഡി ഫ്ലൈറ്റ് പിടിച്ച് എങ്ങനെ ഇന്ത്യക്ക് എത്തി. അങ്ങനെ ഒരു കോളോട് പറഞ്ഞു ഇനി കുറച്ച് വർഷമാണ് ഉണ്ടാകുന്നത് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛന് ടെൻഷനായി ഓടി വന്നു. അങ്ങനെ ഫ്രണ്ടിനെ കണ്ട് കഷ്ടപ്പാട് കണ്ടായിട്ട് സാഡായി. എന്താ വെച്ചാൽ എന്ത് പറ്റിയിടാ, എനിക്കൊരു മകന് മാത്രമല്ല, എൻ്റെ വൈഫ് കുട്ടിക്ക് അവൻ ജനിക്കുമ്പോൾ അവൻ്റെ അമ്മ പോയി, ഇപ്പം അവന് ആരുമില്ല. അങ്ങനെയായിട്ട് സാഡായിട്ട് പറയാൻ തുടങ്ങി. എന്താടാ ചെയ്യുക ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവനെ പഠിച്ചായിരുന്നു സിറ്റിയിൽ. അതെ, സിറ്റിയിൽ അവൻ പഠിക്കായിരുന്നു. അവനിപ്പോൾ വന്നതാടാ, ഇപ്പം എന്താടാ ചെയ്യുക ഞാൻ സാഡിൽ പറയാൻ തുടങ്ങി. എടാ വിഷമിക്കേണ്ട, അങ്ങനെ നോക്കിയോളാ പറഞ്ഞു. എനിക്കറിയില്ല. അതെ, ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒരു ഐഡിയ വന്നു. ഞാൻ പറഞ്ഞത് നീ എന്താടാ പറഞ്ഞത്, നീ വിഷമിക്കണടാ, നിൻ്റെ മകനെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛന് പോയി ഓൾറെഡി മകൾക്ക് വേണ്ടി അങ്ങനെയായിട്ട് മാരേജ്, അതെ അവിടെ തന്നെ മാരേജ് പ്ലാൻ ചെയ്തു. ഹീറോയുടെ പറയച്ചാൽ ഇതാടാ മോളെ ഈ സാരി, ഹീറോയിൻ ഇപ്പോൾ ഇതേ ഡ്രസ്സ് ഇട്ട് ജ്വൽസ് ഇങ്ങനെ സാരി എടുത്തിന് അമ്പലത്തിൽ പോയി. ഹീറോയിൻ്റെ അതെ ആറാമിൻ്റെ അച്ഛനുണ്ടായിരുന്നു, ആറാമായിരുന്നു വില്ലേജ് ബോയ്. ആറാമിൻ്റെ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ആറാമ ഡ്രസ്സ് കൊടുത്ത് ആറാം റെഡിയായി വന്നു. ഹീറോയിൻ അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തി. അങ്ങനെ ഇരുത്ത് ആറാമക്കും ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അച്ഛാ എന്താ നീ ചെയ്യുന്നത്? ടാ മോളെ ഞാൻ പറഞ്ഞേക്ക് അച്ഛാ, ഈ മാരേജ് പറഞ്ഞേക്ക്, ഞാൻ നിൻ്റെക്ക് നല്ലതിരിക്കാൻ വേണ്ട അച്ഛാ, എനിക്ക് ഇവൻ പറഞ്ഞേക്കടി, ഇവൻ ചെറിയ ചെക്കന്മാരോട് അച്ഛാ, അതെങ്ങനെ വിഷമിക്കണ്ടടി, മാരേജ് കഴിക്കുക, അച്ഛന് വേണ്ടി കല്യാണം കഴിക്കില്ലടി. ശരി അച്ഛാ, ഓക്കെ, എനിക്ക് മാരേജ് നിൽക്കുമ്പോൾ മോശം ഹീറോയെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആറാമക്ക് മാരേജായി, ഹീറോയ്ക്ക് ആറാമക്ക് മാരേജായി. ശരി ഓക്കെ. അച്ഛാ എന്താ മോളെ, അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ അച്ഛനോട് സംസാരിക്കാതെ ഹീറോയി ചോദിച്ച് നമുക്ക് എത്ര വയസ്സായി? 6 വയസ്സ് കേട്ട് ഷോക്കായി. എന്താ അച്ഛൻ നീ പറഞ്ഞേ, സത്യമാണോ? അതേ മോൾ എത്ര ഏജായി? എന്താ അച്ഛാ, എനിക്ക് വേണ്ടി ചെറിയ പയ്യനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചത് അച്ഛാ, എന്തേ പറയണക്ക് അച്ഛാ, ചെക്കനിക്ക് ഏജ് ഗ്യാപ്പുണ്ട് അച്ഛാ, ഞങ്ങൾക്ക് രണ്ടൊക്കെ ഏജ് ഗ്യാപ്പുണ്ട് അച്ഛാ, അച്ഛന് മനസ്സിലായില്ലേ മോളെ, അത് പറഞ്ഞേക്ക് അച്ഛാ, അവനൊക്കെ 18 വയസ്സായ അച്ഛാ, എനിക്ക് എത്ര വയസ്സായ അച്ഛനറിയില്ലേ. എടി മോളെ പറഞ്ഞേക്ക്, സോക്കെടി. ശരി അച്ഛാ, ഇവൻ പഠിക്കുകയാണല്ലോ. അങ്ങനെ ഹീറോയിൻ വരുന്ന കുറച്ച് താമസിച്ച് സർട്ടിഫിക്കറ്റ് ഇട്ടിരുന്നു. ശരി നെക്സ്റ്റ് കോളേജ് ജോയിൻ ആവുന്നതാണ്. ഹീറോയിൻ്റെ കോളേജിൽ ഓൾറെഡി ജോയിൻ ചെയ്തു. എങ്ങനെ ഹീറോയിൻ ഓക്കെ കോളേജിൽ വരുമെന്ന് ഡീറ്റെയിൽസ് അറിയിച്ചു. അതിനായിട്ട് ഫിറ്റൻസ് കോളേജിൽ പോയി ഇങ്ങനെ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. ജോയിൻ ചെയ്യാൻ കുറച്ച് നാളുണ്ട് ഹീറോയിൻ പറഞ്ഞായിരുന്നു. ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തതിന് കോളേജ് സ്റ്റാർട്ട് ആകാൻ മുമ്പ് പോകണേ. ഹീറോയിൻ്റെ അച്ഛനും സാഡായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി വിഷമിക്കണം, എൻ്റെ ഇവിടെ നിന്ന് ഇത് ചെയ്യാതെ. അങ്ങനെ ആറാമൻ്റെ അച്ഛനും ഈ അസുഖം മാറ്റിയായിരുന്നു. ആറാമൻ്റെ അച്ഛനെ രക്ഷിക്കാമെന്ന് ഹീറോയിൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഹീറോയിൻ എന്ത് ചെയ്ത് ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങനെ കുറിയൊക്കെ പോയി വലിയ ഒരു ഹോസ്പിറ്റലിലിട്ടു. ഡോക്ടറിനോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റിങ് നോക്കിക്കോ. ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമല്ല, ഇത് ഈസിയാണെന്ന് പറഞ്ഞ്. അങ്ങനെ ആറാമൻ്റെ അച്ഛനെ നല്ല കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല.
ഇപ്പോൾ കുറച്ച് ആറാം വെച്ചൊക്കെ ഓക്കെയാണ്. അങ്ങനെയായിട്ട് ആറാമിൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെയാണ്. ഇപ്പോൾ ആറാമിൻ്റെ അച്ഛൻ്റെ അനിയൻ ചേട്ടനാണ് അവിടെ നോക്കുന്നത്. ചേട്ടൻ്റെ ഇങ്ങനെ ഇത് തോട്ടത്തിലാണ്. രണ്ടുപേരും പാതി സാറുമാതിരി അങ്ങനെയായിട്ട് ജോലി ചെയ്യാനും അങ്ങനെയായിട്ട് രണ്ടുപേരും സാറുമാർ രണ്ട് മതി. ചേട്ടൻ ഹെൽപ്പ് ചെയ്യണം. അനിയനും ചേട്ടനും ഒക്കത്തെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ആറും പറയാൻ തുടങ്ങി എനിക്ക് കോളേജ് സ്കൂൾ അതെ നീ കോളേജ് പോവാ ഫസ്റ്റ് ഇയർ കോളേജ്. ആറും ഫസ്റ്റ് ഇയർ കോളേജാണ്. ഹീറോയി പറയാൻ തുടങ്ങി നീ എൻ്റെ ഹസ്ബൻഡ് എന്ന് കാര്യം പറയാൻ പാടില്ല. ഓൾറെഡി നീ പഠിക്കുന്ന നിനക്ക് നല്ലത് പഠിക്കുന്ന പ്രായമാണ്, പഠിച്ചോ എന്ന് ആറാമിനോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ആറാം. അതെ ആറാമിനോട് ഹീറോയി പറയാൻ തുടങ്ങി. ശരി ആറാം. ഹീറോയി ഡ്രോപ്പ് ചെയ്യും ആറാമിനെ. ശരി നീ നന്നായിട്ട് പഠിച്ചോ, ഇനി പഠിപ്പിലേ ഉണ്ടാവണം മനസ്സിലായോ, വേറെ ഒരു ന്യൂസ് ഉണ്ടാവും അല്ലേ. ആറാമിനോട് പറഞ്ഞു. ആറാം ഓക്കെ പറഞ്ഞു. ആറാം എന്ത് പറഞ്ഞു. ശരി ഓക്കെ എന്നെ പ്രിയ എന്ന് വിളിച്ചോ. ഓക്കെ പ്രിയ എന്ത് പറ്റി പ്രിയ. പറഞ്ഞു കേട്ടടാ എനിക്ക് ഞാൻ പഠിപ്പിച്ച ലാംഗ്വേജ് അറിയൂല്ലേ. അറിയും ഞാൻ പഠിച്ച്. ശരി ഓൺലൈൻ ക്ലാസ് പഠിച്ചു കഴിഞ്ഞല്ലേ. പഠിച്ചു കഴിഞ്ഞു. ശരി ഓക്കെ. അതെ ഹീറോയി ഫസ്റ്റ് ക്ലാസ് ആറമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഹീറോയി നല്ല പഠിക്കുന്നു, നല്ല കുട്ടിയാണ്. ലാംഗ്വേജ് ഈ ആറമ്മ അപ്പളേ കുറച്ച് പഠിപ്പിച്ചു കൊടുത്ത് അത്രയേ പഠിച്ചു കഴിഞ്ഞു. ആറമ്മ കുറച്ചാണ്. ആറമ്മക്ക് വേഗം മനസ്സിലായി. കഷ്ടപ്പെട്ട് ആറം പഠിച്ചു. ഇപ്പോൾ കൊറിയക്ക് കോളേജിൽ ഫസ്റ്റ് ഹീറോയിൻ്റെ കോളേജാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ആറം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയറാണ്. നിറയെ സീനിയർ ബുള്ളിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആറാം കോളേജിൽ വരായിരുന്നു. അപ്പോൾ ജിൻ പറയും സ്റ്റോപ്പ്. ഹലോ സീനിയർ. ഹലോ പുതിയതാണോ ജോയിൻ ഫസ്റ്റ് ഇയർ ആണോ. അതെ സീനിയർ. അങ്ങനെ സുഖം മുറിക്കാൻ തുടങ്ങി. എന്താടാ ഒന്നില്ല. ജെന്നു പറയാൻ തുടങ്ങി. ഹലോ എൻ്റെ പേര് ഇതാണ്. അങ്ങനെ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. ഇവൻ എൻ്റെ അനിയനാണ്. സുഖം മുറിക്കാൻ തുടങ്ങി. എനിക്ക് അനിയൻ മതിയാ ഫ്രണ്ട്. ശരി ഓക്കെ. സ്മൈൽ ചെയ്തതാണ് ആറും. ശരി ഓക്കെ. ആറും ക്ലാസ് കാട്ടി കൊടുത്തു. അങ്ങനെ ആറും അവരെല്ലാം ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. പിന്നെ ആറും നമുക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആറും നന്നായിട്ട് പഠിക്കുന്നതിൽ ബിസിയായി. പോയോണ്ട് വന്നുകൊണ്ട് വീട്ടിൽ പോകുന്നതുകൊണ്ട് പഠിച്ചുകൊണ്ട് ഭയങ്കര ബിസിയായി.